അവയവദാനത്തിൽ പുതുചരിത്രം കുറിച്ച കുഞ്ഞുമകൾ ആലിൻ ഷെറിൻ എബ്രഹാമിന് ഔദ്യോഗിക യാത്രയയപ്പ് നൽകാൻ സർക്കാർ. അവയവങ്ങൾ ദാനം ചെയ്യാൻ മുന്നോട്ട് വന്ന മാതാപിതാക്കളുടെ തീരുമാനം അഭിനന്ദനാർഹമാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മാതാപിതാക്കളുടെ തീരുമാനത്തിൽ ഹൃദയസ്പർശിയായ കുറിപ്പ് പങ്കുവച്ച് നടൻ മോഹൻലാലും രംഗത്ത് വന്നു. തീരാ നോവിനിടയിലും അവയവദാനത്തിന് തയ്യാറായ അരുൺ എബ്രഹാമിന്റെയും ഷെറിൻ ആൻഡ് ജോണിന്റെയും തീരുമാനം മഹത്തരമാണ്. കേരള സമൂഹത്തിന് മുന്നിൽ അവർ വലിയൊരു മാതൃക സൃഷ്ടിച്ചു. ആലിന്റെ കുടുംബത്തിന്റെയും നാടിന്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും ഔദ്യോഗിക ബഹുമതികളോടെ കുഞ്ഞിനെ യാത്രയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് പള്ളിയിൽ നാളെ വൈകിട്ടാണ് സംസ്കാരം. ഹെലികോപ്റ്റർ മുഖേന അവയവങ്ങൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിക്കാനായിരുന്നു ആദ്യം ആലോചിച്ചത്. എന്നാൽ രാത്രിയിൽ സിവിൽ ഏവിയേഷൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ അനുവാദമില്ലാത്തതിനാലാണ് റോഡ് മാർഗം അവയവങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മഹത്തായ ഉദ്യമം വിജയകരമാക്കാൻ യത്നിച്ച ആരോഗ്യപ്രവർത്തകർ, പോലീസ്, ആംബുലൻസ് ഡ്രൈവർ എന്നിവരെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. കുഞ്ഞ് ആലിനെക്കുറിച്ച് നടൻ മോഹൻലാലും സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. തന്റെ സഹജീവികളായ ചില കുരുന്നു ജീവനുകൾക്ക് പുനർജന്മത്തിന്റെ പ്രതീക്ഷകൾ നൽകിയാണ് ആലിൻ ഷെറിൻ എന്ന കുഞ്ഞു മാലാഖ ലോകത്തോട് വിട പറഞ്ഞതെന്ന് നടൻ പറഞ്ഞു. ആലിൻ മോളുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനമെടുത്ത മാതാപിതാക്കളായ അരുണും ഷെറിനും മനുഷ്യ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായി മാറി. കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിലൂടെ ആലിൻ ഇനിയും ജീവിക്കുമെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു. ഈ ലോകം മനോഹരമായി നിലനിൽക്കുന്നത് ഇതുപോലെയുള്ള നിസ്വാർത്ഥ സ്നേഹങ്ങളുടെ നിറവെളിച്ചം കൊണ്ടാണ്. ആലിൻ ഇനിയും ജീവിക്കും, അവളുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ മാത്രമല്ല, കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിലുമെന്ന് നടൻ മോഹൻലാൽ പറഞ്ഞു. ഫെബ്രുവരി 5-ന് മാതാപിതാക്കളോടൊപ്പം കാറിൽ സഞ്ചരിക്കുമ്പോൾ MC റോഡിൽ പള്ളം ബോർമ കവലയിൽ വെച്ചാണ് വാഹനാപകടമുണ്ടാവുന്നത്. എതിർദിശയിൽ നിന്നെത്തിയ വാഹനമിടിച്ചുണ്ടായ അപകടത്തിൽ ദിവസങ്ങളോളം ചികിത്സയിലായിരുന്നു ആലിൻ. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഡോക്ടർമാർ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. സർക്കാർ സംവിധാനമായ കെസോട്ടോ വഴിയാണ് അവയവദാന പ്രക്രിയകൾ ഏകോപിപ്പിച്ചത്. 4 പേർക്ക് പുതുജീവിതമേകി സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ആലിൻ ഷെറിൻ എബ്രഹാം മാറി. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.